عاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. إلهي نجنا من كل ضيق بجاه المصطفى مولى الجميع فهبنا في مدينته قرارا وموتا ثم دفنا في البقيع يعلم أمة سيدنا محمد اللهم صل وسلم وبارك عليه. ഏറ്റവും പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കൾ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, സഹോദര സഹോദരിമാർ, സുഹൃത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ആഖിറത്തിലേക്ക് ഉതകുന്ന ഒരു നല്ല അമലായി അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കുമാറാവട്ടെ. നാം ഇവിടെ ഒരുമിച്ച് കൂടിയത് നമുക്കെല്ലാവർക്കും അറിയാം. കഴിഞ്ഞ ദിവസം നമ്മോട് വിട പറഞ്ഞു പോയ സജാദ് എന്ന പ്രിയപ്പെട്ട ആ മാന്യ സഹോദരൻ്റെ പേരിൽ കുടുംബങ്ങൾ സംഘടിപ്പിച്ച മുബാറക്കായ ദിക്റിൻ്റെ ദുആഇൻ്റെ മജ്ലിസിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാന്യ സഹോദരന് അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് നൽകുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഖബറിൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ഖബർ അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ജീവിതത്തിൽ നിർവഹിച്ച എല്ലാ നല്ല കാര്യങ്ങളും അല്ലാഹു ഖബൂലാക്കി അദ്ദേഹത്തിൻ്റെ മരണശേഷം കുടുംബങ്ങളും അഹ്ലുകാരും നാട്ടുകാരും ഒക്കെ ഒരുമിച്ച് കൂടി നിർവഹിക്കുന്ന ഈ മജ്ലിസ് ഉൾപ്പെടെ എല്ലാം അദ്ദേഹത്തിൻ്റെ ഖബറിലേക്കൊരു തുണയായി റബ്ബ് തആല കാണിച്ചു കൊടുത്ത് അദ്ദേഹത്തെ അല്ലാഹു ഖബറിൽ സന്തോഷിപ്പിക്കുമാറാവട്ടെ. സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്, അൽ യുഹ്ശറു അഹദും മഅ ശുഹദാ. ശുഹദായിന് നമുക്കൊക്കെ പരിചയമുണ്ട്. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ശത്രുക്കളുമായി ഏറ്റുമുട്ടിയിട്ട് രക്തസാക്ഷ്യം വഹിച്ചവർക്കാണല്ലോ ശുഹദാ, ഷഹീദ് എന്നൊക്കെ പറയും. അവർക്ക് വലിയ സ്ഥാനമാണ് ഉള്ളത്. അവരെ കുളിപ്പിക്കേണ്ട ആവശ്യമില്ല, അവരുടെ പേരിൽ മയ്യിത്ത് നിസ്കരിക്കേണ്ട ആവശ്യമില്ല. അവർ ഏത് അവസ്ഥയിലാണോ മരണപ്പെട്ടത് ആ അവസ്ഥയിൽ തന്നെ ഖബറടക്കം ചെയ്താൽ മതി എന്നൊക്കെ സ്ഥാനമുള്ള മഹത്തുക്കളായ ശുഹദാ, അവർക്ക് നാളെ ആഖിറത്തിൽ വലിയ മഹത്വമുണ്ട്. ആ മഹത്വമുള്ള ശുഹദാഇന്റെ കൂടെ ആരെങ്കിലും നാളെ ഒരുമിച്ച് കൂട്ടപ്പെടുമോ എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ച സമയത്ത് അല്ലാഹുവിൻ്റെ റസൂല് ഞാനൊന്ന് ആലോചിച്ചിട്ട് പറയാം എന്ന് പറയാതെ അല്ലാഹുവിൻ്റെ റസൂൽ അതിന് പെട്ടെന്ന് മറുപടി പറയുകയാണ്. ഖാല നഅം, ഉണ്ട് എന്നാണ് മഹദിയായ ആയിഷ ബീബിയോട് അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞ മറുപടി. ആരാണ് അവർ? മൻ യദ്കുറുൽ മൗത ഫീ കുല്ലി യൗമിൻ വ ലൈലത്തിൻ 20 മറ, ഒരു 24 മണിക്കൂറിന്റെ ഉള്ളിൽ 20 പ്രാവശ്യം മരണത്തെ ഓർത്തുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്തുന്നവരാരോ അവർക്ക് ആ ശുഹദാഇന്റെ കൂടെ ഒരുമിച്ച് കൂടാൻ കഴിയുമെന്ന് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാം. മരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.